നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ ഇലക്ഷനിൽ തൃശൂരിൽ നിന്ന് വമ്പിച്ച ലീഡോടുകൂടി നടനും രാജ്യസഭാ എംപിയുമായ സുരേഷ് ഗോപി ജയിച്ചതിന് പിന്നാലെ തന്നെ നിരവധി വാർത്തകളാണ് പുറത്തുവരുന്നത്. ആദ്യമായി അദ്ദേഹത്തെക്കുറിച്ച് നെഗറ്റീവ് വാർത്ത പുറത്തു കൊണ്ടുവരാൻ പലരും ശ്രമിക്കുന്നുണ്ട്. ഒരു ദൃശ്യം കട്ട് ചെയ്താണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം വിജയിച്ച വീടിന് മുന്നിലേക്ക് വന്നപ്പോൾ മാധ്യമങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് മുന്നിലായി തടിച്ചുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹത്തെ അണിയിക്കാൻ പുഷ്പഹാരവുമായി പ്രവർത്തകർ വന്നപ്പോൾ ഇതിനിടയിൽ ഇപ്പോൾ പറ്റുകയില്ല, മാറി നിൽക്കൂ എന്ന് അദ്ദേഹം ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന കാര്യമുണ്ടായിരുന്നു. തൊട്ടു പിന്നിൽ അദ്ദേഹത്തിന്റെ ഭാര്യ രാധിക ഉണ്ടായിരുന്നു. അങ്ങനെ വേണ്ട, അങ്ങനെ സംസാരിക്കരുത് എന്ന തരത്തിൽ രാധിക പെരുമാറുന്ന സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ നോക്കി നിൽക്കുന്ന സാഹചര്യമൊക്കെ കാണാം. ഈ ഒരു ദൃശ്യം പുറത്തു കൊണ്ടുവന്നാൽ അതിനെതിരെ സുരേഷ് ഗോപിക്ക് ഒരു നെഗറ്റീവ് കാഴ്ചപ്പാട് ഉണ്ടാകും. അത്തരത്തിൽ കൊണ്ടുവരണം എന്ന് പ്രതീക്ഷിച്ചവർക്കും തെറ്റി. ഇപ്പോഴിതാ സുരേഷ് ഗോപിയുടെ ആഡംബര കാറിനെ കുറിച്ചുള്ള ചർച്ചയാണ് പ്രധാനമായി നടക്കുന്നത്. തൃശൂർ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. കേരളത്തിൽ ഇതുവരെ ഒരു സീറ്റ് പോലും ലഭിക്കാതിരുന്ന BJPയുടെ ആദ്യത്തെ MP എന്ന പദവി കൂടിയാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചിരിക്കുന്നത്. എല്ലാ കണ്ണുകളും സുരേഷ് ഗോപിയിലേക്ക് നീളുമ്പോൾ അദ്ദേഹത്തിന്റെ ഗ്യാരേജിലെ വിശേഷം കൂടി നമുക്കൊന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ ഗ്യാരേജിലെ വാഹനങ്ങളെക്കുറിച്ചും അതിന്റെ വിശേഷങ്ങളും പങ്കുവെക്കുമ്പോൾ ഇനി ഏത് വാഹനത്തിലായിരിക്കും MP എന്ന ബോർഡ് ഉണ്ടാവുക എന്നതാണ്. സുരേഷ് ഗോപി രാജ്യസഭാ അംഗമായിട്ടപ്പോൾ തന്നെ അദ്ദേഹത്തെ മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന ബോർഡ് വെച്ച് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വാഹനമായ ടൊയോട്ടോ വെൽഫെറയിലാണ്. തൃശൂരിലെ ഏതൊരു കൊച്ചു കുഞ്ഞിനും MP ബോർഡ് വെച്ച് തലയെടുപ്പോടുകൂടി വരുന്ന വണ്ടി കാണുമ്പോഴേ അറിയാം അത് ആരുടേതാണെന്ന്. 2020 താരം ഈ വാഹനം സ്വന്തമാക്കിയത്. ഇന്ത്യയിലെ ആഡംബര വാഹനങ്ങളുടെ ശ്രേണിയിൽ എത്തുന്ന ഈ വെൽഫെയർ മെഴ്സിഡീസ് ബെൻസ V ക്ലാസുമായാണ് മത്സരിക്കുന്നത്. മികച്ച യാത്രാസുഖമാണ് വാഹനത്തിന്റെ മുഖമുദ്ര. സ്പോർട്ടി ഭാവത്തിൽ ബോക്സി ഡിസൈനിലാണ് വാഹനം നിർമ്മിച്ചിട്ടുള്ളത്. ഏതായാലും ഈ വാഹനത്തിലായിരിക്കുമോ അദ്ദേഹം എത്തുക എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. അദ്ദേഹം വന്നപ്പോൾ തന്നെ അദ്ദേഹം ധരിച്ചിരുന്ന ഷർട്ട് അടക്കമുള്ളവ അത് എല്ലാവരും തന്നെ ഒന്ന് ചിന്തിച്ചില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമലേഖനം ചോദിക്കുകയുണ്ടായി, എവിടെ നിന്നാണ് ഈ ഷർട്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭാര്യയുടെ സമ്മാനമാണോ എന്നടക്കമുള്ള കാര്യം ചോദിച്ചു പറഞ്ഞു, ഇതെനിക്കൊരു ആരാധിക സമ്മാനിച്ചതാണ്. റിസൾട്ട് കേൾക്കുമ്പോൾ ഈ ഷർട്ട് ഇട്ട് കേൾക്കണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഒരു പരാജയം എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന് കരുതി ഭയന്ന് ഞാൻ അത് ഇട്ടിരുന്നില്ല. എന്നാൽ വിജയിച്ചപ്പോൾ ആദ്യം ഞാൻ ഈ ഷർട്ട് ഇടാനാണ് ആഗ്രഹിച്ചത്, കൊതിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഷർട്ട് ഇടാൻ എനിക്ക് യാതൊരുവിധ മടിയുമില്ല, സന്തോഷത്തോടു കൂടിയാണ് ഞാനിത് അണിയുന്നത് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നൊരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ഈ MP ബോർഡ് ഏത് കാറിൽ വെക്കും എന്നൊരു ചോദ്യമൊക്കെ തന്നെ വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. എന്തായാലും അത് അദ്ദേഹത്തിന്റെ തൃശ്ശൂരുകാരുടെ ഹൃദയത്തിൽ കയറി അല്ലെങ്കിൽ തൃശ്ശൂരുകാർക്ക് കാണാതെ അറിയാവുന്ന അദ്ദേഹത്തിന്റെ ആ കാറിൽ തന്നെ ആയിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ തൃശ്ശൂരിലായിരിക്കാം ഇനി സുരേഷ് ഗോപിയും കുടുംബവും ചേക്കേറുക എന്നൊരു വാർത്തയുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസവും ആ വാർത്തയ്ക്ക് അദ്ദേഹം നോ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തൃശ്ശൂരിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ തൃശ്ശൂരിലേക്ക് താമസം മാറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ ഒരു വിളിപ്പുറത്ത് അകലെ ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കുമെന്നും പറയുന്നുണ്ട്. MP അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയായിട്ട് മാറുകയാണെങ്കിൽ ഒരു പക്ഷേ തിരക്കുകൾ കാരണം ഡൽഹിയിൽ അയക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും തൃശ്ശൂർകാർക്ക് വേണ്ടി തൃശ്ശൂരുകാരുടെ അല്ലെങ്കിൽ ജീവനവും വായുവും സ്വത്തും എല്ലാം നൽകി, എല്ലാ സംരക്ഷണവും നൽകി അവരെ ഞാൻ കാക്കും, അവരെ ഞാൻ ഒരു സഹോദരനെ പോലെ, ഒരു ജ്യേഷ്ഠനെ പോലെ, അച്ഛനെ പോലെയൊക്കെ ഞാൻ അവർക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്യും അടക്കമുള്ള കാര്യങ്ങൾ വളരെ ആവേശത്തോടു കൂടി സുരേഷ് ഗോപി പറയുകയാണ്. സുരേഷ് ഗോപി തരംഗം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും എല്ലാം നമുക്ക് കാണാനും സാധിക്കുന്നത്.